കഥ മരുമകൾ. രചന ഗംഗാശലഭം. ആരോ ചേർന്നിരിക്കുന്നതറിഞ്ഞാണ് ഞെട്ടിപ്പിടഞ്ഞ് കണ്ണു തുറന്നത്. എൻ്റെ മുഖത്തിന് തൊട്ടരികെ ഹരിയേട്ടൻ്റെ മുഖം. എൻ്റെ തൊട്ടടുത്ത ചേറിലിരിക്കുന്ന ആളിൻ്റെ കണ്ണിൽ ഞാൻ എഴുതിയ കവിതയിലാണ്. താൻ കവിതയൊക്കെ എഴുതുമോ? ഒരു കൈകൊണ്ട് എന്നെ ചുറ്റിപ്പിടിച്ചാണ് ചോദ്യം. എൻ്റെ ഹൃദയം പഞ്ചാരിമേളം തുടങ്ങി. നാവ് വരണ്ടുണങ്ങിപ്പോയി. മറുപടി പറയാൻ ഒക്കുന്നില്ല. നാശം പിടിക്കാൻ ഹരിയേട്ടനടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണോവോ ഇങ്ങനെ വിറയ്ക്കണത്. എൻ്റെ ഡേ, ഇത് നിന്റെ കാമുകനല്ല, ഭർത്താവാ. ഒന്ന് തൊട്ടാലോ പിടിച്ചാലോ ഉമ്മ വെച്ചാലോ ഒന്നും കുഴപ്പമില്ലെന്നേ. ഞാൻ എന്നെ തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. ഇവിടെ കയ്യും കാലും കിടന്ന് വിറയലോട് വിറയൽ. ഞാൻ നിവർന്നിരുന്നു. ഹരിയേട്ടൻ കൈമുട്ട് ടേബിളിൽ കുത്തി താടിയിൽ കൈ കൊടുത്തിരുന്ന് എന്നെ തന്നെ നോക്കുന്നു. എൻ്റെ മേലുള്ള പിടി വിട്ടിട്ടില്ല. എൻ്റെ വെപ്രാളം കൂടി വന്നു. പക്ഷെ എന്നെ നോക്കിയിരിക്കുന്ന ആളിനിപ്പോൾ തീരെ വെപ്രാളമില്ല, ചമ്മലും. കവിത കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്. എൻ്റെ അവസ്ഥ മനസ്സിലായതുകൊണ്ടാവണം. ഒരു ചിരിയോടെ നോട്ടം മാറ്റി. പിടിവിട്ടു. അത്രയ്ക്കൊന്നുമില്ല, വെറുതെ എഴുതിയതാ, ബോറടിച്ചപ്പോൾ. ഇത്തിരി ശബ്ദമേ പുറത്തു വന്നുള്ളൂ. താൻ എഴുതടോ, ബെസ്റ്റ് ചൂസ് ചെയ്ത് നമുക്ക് പബ്ലിഷ് ചെയ്യാന്നേ. ഞാൻ ആളിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. തമാശയാണോ അതോ കളിയാക്കിയതോ? നോക്കണ്ട, കളിയാക്കിയതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ആൾ എന്നെ നോക്കി കണ്ണ് ചിമ്മി. എനിക്കും ചിരി വന്നു. അല്ല ദേവുവേ, കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ചയ്ക്ക് പുറത്തായി. ഇപ്പോഴും തനിക്കെന്നെ പേടിയാ? ചിരിയോടെയാണ് ചോദ്യം. എങ്കിലും ആളത് ചോദിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ചെറിയ വിഷമം തോന്നി. ഹരിയേട്ടൻ പറഞ്ഞതിൽ ചെറിയ സത്യമില്ലാതില്ല. പേടിയല്ല, വല്ലാത്തൊരു പരവേശം. എങ്ങനെയാ ഞാനത് ആളിനോട് പറയേണ്ടത്? ഞാൻ നിന്നെ പിടിച്ച് തിന്നൊന്നുമില്ല എൻ്റെ ദേവു. താൻ നീയായി, കൂടെ എൻ്റെ ദേവു. എനിക്ക് ആ മുഖത്തേക്ക് നോക്കാനേ പറ്റുന്നില്ല. എന്നാൽ പേടി മാറ്റാൻ നമുക്കൊരു ട്രിപ്പ് പോയാലോ? കല്യാണം കഴിഞ്ഞാൽ ഹണിമൂൺ ട്രിപ്പ് പോകണമെന്നാണല്ലോ പ്രമാണം. എൻ്റെ മുഖത്തെ ഭാവങ്ങൾ അറിയാൻ എന്ന പോലെ ആൾ ചോദിച്ചു. ഞാൻ തല ഉയർത്തി നോക്കി. കൂടെ തലയും ആട്ടി. അത് കഴിഞ്ഞാണ് ഞാൻ തലയാട്ടി സമ്മതിച്ചുവെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. സത്യത്തിൽ എനിക്ക് യാത്രകളോട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയും മീനും മാമിയും ഒക്കെ കൂടി ഇടയ്ക്ക് അമ്പലങ്ങളിൽ പോകാറുണ്ട്. ആറ്റുകാലും പത്മനാഭി സ്വാമി ക്ഷേത്രത്തിലും കരിക്കകത്തും ഒക്കെ. ബസ്സിൽ 1/4 മണിക്കൂർ യാത്ര, അതുപോലും ഞാൻ ആസ്വദിക്കാറുണ്ട്. സൈഡ് സീറ്റ് കിട്ടിയാൽ സീറ്റിൻ്റെ കമ്പിയിൽ തല മുട്ടിച്ചിരുന്ന് പുറത്തെ കാഴ്ചകളിൽ കണ്ണു നട്ടിരിക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടാവണം ഞാൻ പോലും അറിയാതെ സമ്മതിച്ചു പോയത്. എന്നാൽ നെക്സ്റ്റ് വീക്ക് പോവാം. രാജേഷും വൈഫും കൂടി കാണും. അവരും ന്യൂലി മാരീഡ് അല്ലേ. ഇതേവരെ ഒരിടത്തും പോയിട്ടില്ല. രാജേഷിൻ്റെ കാറിൽ പോകാം. ഞാൻ അതിനും തലയാട്ടി. തനിക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ എവിടെ പോകണമെന്ന്? അങ്ങനെയൊന്നുമില്ല. കൊടൈക്കനാൽ പോയാലോ? ഞാൻ അതിനും തലയാട്ടി. അല്ലാതെ അഭിപ്രായം പറയാൻ എനിക്കെന്തെങ്കിലും അറിയണ്ടേ? കൊടൈക്കനാൽ, ഊട്ടി, മൂന്നാർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ. ഹരിയേട്ടൻ തന്നെയാണ് അമ്മയോട് സംസാരിച്ചത്. അമ്മ എന്തു പറഞ്ഞു എന്നറിയില്ല. എന്തായാലും കൊടൈക്കനാൽ ട്രിപ്പ് ഫിക്സ് ചെയ്തു. നെക്സ്റ്റ് വീക്ക് പോവും. 2 ദിവസത്തെ ട്രിപ്പ്. ആ സന്തോഷം പറയാനാണ് മീനുവിനെ വിളിച്ചത്. എൻ്റെ അമ്മയെ ആദ്യമേ വിളിച്ചു പറഞ്ഞിരുന്നു. വിളിച്ചപ്പോൾ ആ പെണ്ണിന് ഒടുക്കത്തെ ജാടാണ്. ഞാൻ ഇന്നലെ അവളെ വിളിച്ചില്ല പോലും. കാര്യം അവൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അന്നേരം ഞാൻ അടുക്കളയിൽ കറക്കി അരച്ചുകൊണ്ട് നിന്നത് കൊണ്ട് എടുത്തില്ല. ഹരിയേട്ടൻ്റെ അമ്മയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ട് നിന്നാൽ അത് പകുതിക്കിട്ടിട്ട് പോകുന്നത് തീരെ ഇഷ്ടമല്ല. 2 ദിവസം മുൻപ് വരാന്ത തൂത്തുകൊണ്ട് നിന്നപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു. കുറേ നേരം സംസാരിച്ചിട്ടാണ് ഞാൻ കോള് കട്ടാക്കിയത്. തിരികെ വരും വരെ ചൂല് വരാന്തയിൽ വച്ചിരുന്നു. മൂലയിൽ ഒതുക്കി തന്നെയാണ് വെച്ചിരുന്നത്. എന്നിട്ടും അമ്മയ്ക്കത് പിടിച്ചില്ല. അമ്മയുടെ മുഖം വീർപ്പിച്ചിരുന്നിട്ടും എനിക്കതിൻ്റെ കാര്യം മനസ്സിലായില്ല. പിന്നീട് എപ്പോഴോ അച്ഛനോട് പറയുന്നത് കേട്ടു. എന്നെ എൻ്റെ അമ്മ നല്ലതൊന്നും ശീലിപ്പിച്ചിട്ടില്ലാത്രേ. എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിന്നാൽ അത് പകുതിക്കിട്ടിട്ട് പോകുന്നു. അതോടെ ഒന്നും മനസ്സിലായി. നമ്മൾ ആടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാലും അമ്മയത് നേരിട്ട് പറയില്ല. നമ്മൾ ഊഹിച്ചെടുത്തോണം. അടുക്കളയിൽ അരച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മീനുവിൻ്റെ കോളെടുത്താൽ അടുക്കളയിലാണ്, പിന്നെ വിളിക്കാമെന്ന് അവളോട് പറയണം. ഇല്ലേൽ അവൾ മണിക്കൂറുകളോളം കത്തിവെച്ച് കൊന്നുകളയും. പകുതി അരച്ച് വെച്ചിട്ട് പോയ അമ്മയ്ക്ക് അതൊട്ട് ഇഷ്ടപ്പെടുകയില്ല. അവിടെ വെച്ചെങ്ങാനും കോളെടുത്ത് അങ്ങനെ അവളോട് പറയാമെന്ന് വെച്ചാലോ? അവൾ ഫോണിൽ കൂടി അമ്മയെ ചീത്ത വിളിക്കാനും മതി. അമ്മയ്ക്കല്ലല്ല അരകല്ലില അരയ്ക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മിക്കല്ലെടുത്ത് നിന്റെ അമ്മായിയുടെ തലയ്ക്കടിക്കടിയെന്ന് പറഞ്ഞ മുതലാത്. എൻ്റെ ഫോണിൻ്റെ സ്പീക്കറാണേൽ വല്ലാത്ത ജാതിയ. പറയുന്നത് ലൗഡ് സ്പീക്കറിൽ ഇടാതെ തന്നെ അടുത്ത് നിൽക്കുന്ന സകലർക്കും കേൾക്കാം. നാക്കിന് ലൈസൻസ് ഇല്ലാത്ത അവൾ എന്തെങ്കിലും പറഞ്ഞ അമ്മ അത് കേട്ടാ വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ വിളിക്കാമെന്ന് കരുതിയത് മറന്നും പോയി. അതാണിപ്പോൾ ഈ പിണക്കം. ചിലപ്പോഴൊക്കെ കൊച്ചു പിള്ളേരെ പോലെയാ പെണ്ണ്.
ആശാത്തിയുടെ പിണക്കം മാറ്റിയെടുക്കാൻ അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആൾ ഹാപ്പിയായി. ഹേയ്, കൊടൈക്കനാലോ? വല്ല സിംഗപ്പൂരോ മലേഷ്യ വല്ലതും പറയടി. കൊടൈക്കനാലെന്ന് കേട്ടപ്പോൾ അവൾക്ക് പുച്ഛം. എടി, നിനക്ക് പുതിയ ഡ്രസ്സ് വല്ലതും വാങ്ങിത്തന്നോ ഹരിയേട്ടൻ? ഇല്ല. എന്നാ വാങ്ങിത്തരാൻ പറ. എനിക്കിപ്പോൾ എന്തിനാ പുതിയത്? ഇവളിത് എന്തൊക്കെയാ പറയുന്നത്? എടി പൊട്ടി, നിന്റെ ആ ഭൂലോക പിശുക്കൻ തന്തപ്പടി ആണ്ടിലൊരിക്കൽ വാങ്ങിത്തരുന്ന ഡ്രസ്സൊക്കെ ഇപ്പം ഏത് കോലത്തിലായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി കൂടി ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞത്. ആ നരച്ച ഡ്രസ്സുകളിൽ ഏതെങ്കിലും ഇട്ടുകൊണ്ട് പോയാലേ നിങ്ങളുടെ കൂടെ വരുന്നവർ നീ ഏതോ അമ്മച്ചിയാണെന്ന് കരുതി നിന്നെ പിടിച്ച് വല്ല വൃദ്ധസദനത്തിലും കൊണ്ടിടും. അവൾ പറഞ്ഞപ്പോഴാ ഞാനും അതേക്കുറിച്ച് ആലോചിക്കുന്നത്. എനിക്ക് നല്ല ഡ്രസ്സെന്ന് പറയാൻ ആകെ ഒരെണ്ണമാണുള്ളത്. കല്യാണം അടുപ്പിച്ച് മാമി മീനുവിൻ്റെ അമ്മ വാങ്ങിത്തന്നത്. ബാക്കി ഏതാണ്ട് എല്ലാം നിറം മങ്ങിയതാണ്. ഇത്തിരി നല്ലതുള്ളത് 1-2 ആകട്ടെ സാരിയും. അതുടുത്ത് എങ്ങനെ ട്രിപ്പ് പോവും? രാജേഷ് ഏട്ടനും ആതിരയും കാണുമല്ലോ കൂടെ. ഹരിയേട്ടനോട് പുതിയ ഡ്രസ്സ് വാങ്ങാൻ പറയാനും വല്ലാത്ത മടി തോന്നി. എടി, അത് ഞങ്ങൾ പരിചയമായി വരുന്നല്ലേ ഉള്ളൂ. അതാ എനിക്കൊരു ചമ്മൽ. എന്നാൽ നിങ്ങളൊരു 2-2.5 വർഷം കഴിഞ്ഞ് ഹണിമൂൺ പ്ലാൻ ചെയ്താൽ മതിയായിരുന്നല്ലോ. അതാവുമ്പോൾ നിങ്ങൾ നല്ല കമ്പനിയാകും. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ കൂടി കൊണ്ടുപോവുകയും ചെയ്യാം. ഹണിമൂണിന് കൊച്ചിനെ കൊണ്ട് പോകുന്നത് വെറൈറ്റി അല്ലേ? എങ്ങനെയുണ്ട്? അവൾക്ക് കളിയാക്കൽ, അവളുടെ ഒരു തമാശ. ഞാൻ പിണക്കം നടിച്ച് കോള് കട്ടാക്കി. പിറ്റേന്ന് എല്ലാ മലയാള മാസവും 1-ാം തീയതി ഞാൻ സദ്യ ഉണ്ടാക്കും. പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ്. എൻ്റെ അമ്മയും ഉണ്ടാക്കാറുണ്ടായിരുന്നു. സദ്യ നല്ല സമൃദ്ധമായിട്ടുള്ള ആഹാരമല്ലേ? 1-ാം തീയതി സദ്യ ഉണ്ടാൽ പിന്നെ ഈ മാസം മുഴുവൻ നല്ല സമൃദ്ധി ഉണ്ടാവുന്ന ഞാൻ ഇങ്ങനെയൊന്നും കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അമ്മയുടെ കണ്ടുപിടുത്തമാണോ ആവോ? എൻ്റെ വീട്ടിൽ ആണേൽ എന്തെങ്കിലും വിശേഷമല്ലാതെ സദ്യ ഉണ്ടാക്കാറേയില്ല. അതുതന്നെ അച്ഛൻ കരഞ്ഞു കരഞ്ഞാണ് പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. അച്ഛനും അച്ചമ്മയ്ക്കും ഒരു മീൻകറി ഉണ്ടേ പിന്നെ വേറൊന്നുമേ വേണ്ട. ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണേ. രാവിലെ ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. ഉച്ചയ്ക്ക് എന്തൊക്കെയോ കറിക്ക് വേണ്ടി തേങ്ങ ചിരകണം എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞതാണ് ഇന്ന് സദ്യയാണത്രേ. പരിപ്പ്, സാമ്പാർ, അവിയൽ, കിച്ചടി, തോരൻ, അച്ചാറുകളും പിന്നെ ഏതെങ്കിലും ഒരു തരം പായസവും. പായസം ഹരിയേട്ടന് ഊണ് കഴിക്കാൻ ഉണ്ടെങ്കിൽ മാത്രം. ഹരിയേട്ടൻ ഇന്ന് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ വെച്ച് പേപ്പർ വാലുവേഷൻ ക്യാമ്പാണ്. അതുകൊണ്ട് ഉച്ചയ്ക്കിങ്ങ് ഉണ്ണാൻ വരും. ഹരിയേട്ടൻ ഉണ്ണാനുള്ളത് കൊണ്ട് പായസം കൂടി ഉണ്ടാക്കാമെന്ന്. ഇല്ലെങ്കിൽ അത് അമ്മ ഒഴിവാക്കും. തേങ്ങ ചിരകി കറികൾക്കൊക്കെ അരച്ച് വെച്ചപ്പോൾ അമ്മ ഏത്തൻപഴം എടുത്തുകൊണ്ട് വന്നു പഴം പായസം ഉണ്ടാക്കാൻ. എന്നോട് കുറച്ച് തേങ്ങ കൂടി ചിരകി പാലെടുക്കാനും പറഞ്ഞു. എല്ലാ പായസവും ഉണ്ടാക്കാൻ അറിയാം എനിക്ക്. അച്ഛൻ്റെ വീട്ടുകാരൊക്കെ വരുമ്പോൾ എൻ്റെ പായസം കുടിച്ച് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ റെസിപ്പിയും കൂടി ചോദിച്ചിട്ടാണ് പോകുന്നത്. ഒരു തേങ്ങ പൊട്ടിച്ച് അമ്മിക്കല്ലിൻ്റെ പുറത്തേക്ക് വച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, തള്ളിയതാണോ ആവോ? ഞാൻ തേങ്ങ ചിരകി മിക്സിയിലൊന്ന് കറക്കി 1-ാം പാലെടുത്തു. പിന്നീട് 2-ാം പാലും. അത് കഴിഞ്ഞാണ് അമ്മ എടുത്തു വച്ചേക്കുന്ന പഴം ഞാൻ ശ്രദ്ധിക്കുന്നത്. നല്ല പഴുത്തിട്ടില്ല. ഏത്തൻപഴം പഴുത്ത് വരുമ്പോൾ ചെറിയൊരു പുളിപ്പുള്ള പരുവമില്ലേ, ആ പരുവത്തിലുള്ള 3 പഴം. എൻ്റെ വീട്ടിലാണെങ്കിൽ നല്ല പഴുത്ത പഴമേ അമ്മ എടുക്കാറുള്ളൂ. ഇല്ലേൽ പായസത്തിന് പഴത്തിൻ്റെ പുളിപ്പ് രുചി വരുമെന്നാണ് പറയാറ്. ഈ പഴം കൊള്ളായിരിക്കും അമ്മ? നല്ല പഴുത്ത പഴമല്ലേ എടുക്കുന്നേ? ഞാൻ ചോദിച്ചു. ഞാനെന്താ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നേ? എനിക്കറിഞ്ഞൂടെ? ഇതാണ് നല്ലത്. കുറച്ച് കൂടുതൽ ശർക്കര ഇടണമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇഷ്ടമാകാത്ത പോലെ അമ്മ പറഞ്ഞപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. പായസം ഉണ്ടാക്കിക്കഴിഞ്ഞ് അമ്മ എനിക്കത് കുടിക്കാൻ തന്നു. സത്യം പറയട്ടെ, ഒട്ടും നന്നായിരുന്നില്ല. തേങ്ങാപ്പാലിൽ ശർക്കര കലക്കിയതുപോലെ. എന്നിട്ടും പഴത്തിൻ്റെ പുളിപ്പ് എടുത്തറിയാനും ഉണ്ട്. ഞാനൊരു കൃത്രിമ ചിരി ചിരിച്ചുകൊണ്ട് കൊള്ളാന്ന് കാണിച്ചു. പറയുകയും ചെയ്തു. അമ്മയ്ക്കതങ്ങ് ബോധിച്ചു. കണ്ട, ഞാൻ പറഞ്ഞില്ലേ എന്ന് ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് പകർന്നെടുത്ത് അച്ഛന് കൊണ്ട് കൊടുക്കുന്നത് കണ്ടു. അങ്ങേരുടെ വിധി. അച്ഛൻ പിന്നെ അമ്മ വിഷം കൊടുത്താലും നല്ലതെന്നേ പറയൂ. അത്രയ്ക്ക് സ്നേഹമാണ് അമ്മയോട്. സ്നേഹമല്ല, ഒരുതരം വിധേയത്വം. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛനോടുള്ളതുപോലൊന്ന്. അടുക്കളപ്പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ പൊന്നു വന്നു. അതുകൊണ്ട് ഉച്ചവരെ സമയം പോയതറിഞ്ഞില്ല. അവൾക്കെന്തോ ചെറിയ ജലദോഷം പോലെ. അതുകൊണ്ട് സ്കൂളിൽ വിട്ടില്ല. ഒന്ന് നോക്കിക്കോണേന്ന് വല്യമ്മ അമ്മയെ വിളിച്ചു പറഞ്ഞു. പൊന്നു വന്നാൽ പിന്നെ അച്ഛനും ആക്റ്റീവാണ്. അവർ നല്ല കമ്പനിയാണെന്ന് തോന്നുന്നു. അമ്മ ജോലിയൊക്കെ തീർത്ത് വച്ചിട്ട് വന്ന് നാരായണീയം വായിക്കാൻ തുടങ്ങി. എൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന പൊന്നു അതോടെ എണ്ണീറ്റ് പുറത്തേക്ക് പോയി. അമ്മ വായിക്കുമ്പോൾ ഒച്ചയുണ്ടാക്കാൻ പാടില്ല.
ഒരിക്കൽ പൊന്നു കിടന്ന് കൂകി വിളിച്ചപ്പോൾ അമ്മ അവളോട് പറഞ്ഞത്രേ, ഞാൻ വെളിയിൽ പോണു അപ്പൂപ്പൻ്റെ കൂടെ കളിക്കാൻ, ചേച്ചി വരണോ? ഞാനും അവളോടൊപ്പം ചെന്നു. അച്ഛൻ പുറത്ത് വീടിനോട് ചേർത്ത് കെട്ടിയിട്ടുള്ള തിണ്ണയിലിരിപ്പുണ്ട്. പൊന്നു അച്ഛൻ്റെ കൂടെ പോയി കളിക്കുന്നത് കണ്ടതും ഞാൻ അകത്തേക്ക് തന്നെ കയറി. വരാന്തയിൽ അമ്മ വായിക്കുന്നതും കേട്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പുറത്തെന്തോ കശപിശ. ഞാൻ ഇറങ്ങി നോക്കി. പൊന്നു അച്ഛൻ്റെ കൈ പിടിച്ച് വെച്ച് നുള്ളുന്നു, അടിക്കുന്നു. അച്ഛൻ്റെ കൈലിയിൽ പിടിച്ച് വലിക്കുന്നു. ആകെ ബഹളം. ഞാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയതും അച്ഛനുണ്ട് തിരികെ പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ച് അവൾ നുള്ളിയ പോലെ നുള്ളി കൊടുക്കുന്നു. കൊച്ചു വേദനിച്ച് മുഖം ചുടിച്ചു. എന്നിട്ടും അവളപ്പോൾ കരഞ്ഞില്ല. ഉണ്ടോ ഉണ്ടോ ഇപ്പം വേദനയുണ്ടോ? ഹാ, ഇതുപോലെ തന്നെ എനിക്ക് നൊന്തത് കേട്ടാ. അച്ഛൻ കൊച്ചിൻ്റെ കൂടെ പറയുവാണ്. എനിക്കത് കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയായി. 70 വയസ്സാണെങ്കിലും 7ൻ്റെ കൂടി പക്വതയില്ലേ അച്ഛന്? അതൊരു കൊച്ചു കുട്ടിയല്ലേ? വെറുതെയല്ല പ്രായമായാൽ പിള്ളേരെ പോലെ ആകുമെന്ന് പറയുന്നത്. അതൊക്കെ എൻ്റെ അച്ഛമ്മ 80 കഴിഞ്ഞു. എന്നാലും കുശുമ്പിനും കുന്നായ്മയ്ക്കും ഒരു കുറവുമില്ല. ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ കൂടെ കളിക്കുന്നത് കൂടി കണ്ടിട്ടില്ല. ഇവിടെ അച്ഛനും അത്ര മോശമൊന്നുമല്ല. പാവം പോലെ നിന്നിട്ട് ഏഷണി പറയുന്ന ചില അമ്മൂമ്മമാരുണ്ടല്ലോ, അച്ഛൻ ഏതാണ്ട് ആ സ്വഭാവമാണെന്ന് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഓരോരുത്തരെയും മനസ്സിലാക്കി വരുന്നല്ലേ ഉള്ളൂ. എന്നാലും കൊച്ചു പിള്ളേരെ കാണുമ്പോൾ അച്ഛൻ അവരെക്കാളും ചെറുതാകുമെന്ന് തോന്നുന്നു. പൊന്നു അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. പിന്നെ എൻ്റെ കൂടെയായി കളി. കുറേ നേരം ഞാനും അവളും കൂടെ കൂടി. കളറിംഗ് ബുക്കും ക്രയോണും കൊണ്ടാണ് പൊന്നു വന്നത്. അവൾക്ക് ബുക്കിൽ കളറ് ചെയ്യണ്ട, ഞാൻ പടം വരച്ചു കൊടുക്കും. അവളത് കളറ് ചെയ്യും. കുറച്ചു കഴിഞ്ഞപ്പോൾ 0 വെട്ടുകളിയായി. അവൾക്ക് മടുത്തിട്ടും എനിക്ക് മടുത്തില്ല. അവളുടെ കൂടെ കൂടി ഞാനും കുഞ്ഞായതുപോലെ. ഉച്ച അടുപ്പിച്ച് പൊന്നു പോയി. വല്യമ്മ അവളോട് ചെല്ലാൻ പറഞ്ഞ് അമ്മയെ ഫോൺ വിളിച്ചിരുന്നു. ഞാൻ തന്നെ ഗേറ്റ് വരെ കൊണ്ടാക്കി. തിരികെ വന്നപ്പോൾ നല്ല ദാഹം. കുറച്ച് വെള്ളം കുടിക്കാമെന്ന് കരുതിയാണ് അടുക്കളയിലേക്ക് ചെന്നത്. പായസം അടച്ചു വെച്ച പാത്രത്തിൻ്റെ പുറത്ത് അതായിരിക്കുന്നു ഒരു പല്ലി. അടപ്പിന് പുറത്ത് വീണ പായസത്തിൻ്റെ തുള്ളികൾ അകത്താക്കുകയാണ് ആശാൻ. കരണ്ടി പായസത്തിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് അടപ്പ് കുറച്ച് തുറന്നാണ് ഇരിക്കുന്നത്. പ്ലേറ്റിൽ തട്ടി അതിനെ ഓടിക്കാമെന്ന് കരുതിയാൽ ഇനി ഈ പല്ലിയെങ്ങാനും അതിനകത്തോട്ട് കയറിയാലോ? ഞാൻ പതിയെ പായസപാത്രത്തിന് മുകളിലെ അടപ്പ് ആ പല്ലിയോടെ എടുത്തു പൊക്കി. ഇപ്പുറത്തെ സൈഡിലേക്ക് തട്ടാൻ ഒരുങ്ങിയതും ആ നശിച്ച പല്ലി തിരിഞ്ഞ് പാത്രത്തിനകത്തേക്ക് ഒറ്റച്ചാട്ടം. കൃത്യം പായസത്തിൽ തന്നെ. തലയിൽ ആരാണ്ടോ കൂടെ കൊണ്ട് അടച്ചതുപോലെയാണ് ഒരു നിമിഷത്തേക്ക് എനിക്ക് തോന്നിയത്. അങ്ങോട്ട് കോരിയെടുത്ത് കളപെണ്ണേ, കണ്ണും പിഴിച്ച് നിൽക്കാതെ. എനിക്ക് പിറകെ അടുക്കളയിലേക്ക് വന്ന അമ്മ ഇത് കണ്ടൊരു അലർച്ച. ഞാൻ സ്തംഭിച്ചു പോയി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.